ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിച്ച് ഓടിയില്ലെങ്കിൽ പണം നൽകേണ്ട എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നിയമത്തിനെതിരെ അയ്യപ്പൻകോവിലിൽ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് KR സോദരൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഘടിപ്പിക്കുകയും സവാരിയിൽ മീറ്റർ ചാർജ് മാത്രമേ വാങ്ങാവുള്ളൂ, ഇല്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിൽ നടന്നത്. ഒരു കാരണവശാലും മീറ്റർ ഇട്ട് ഓടാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ. ഇതോടൊപ്പം മീറ്റർ ഇട്ട് ഓടിയാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഡീസൽ, വീട്ടുചെലവുകൾ എന്നിവ സാധിക്കാതെ വരികയും ഓട്ടോ പ്രസ്ഥാനം ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരികയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിലാണ് ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയന്റെയും മേരിക്കുളം, പരപ്പ്, മാട്ടുക്കട്ടം മേഖലകളിലെ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത്. മേരിക്കുളത്തു നിന്ന് ആരംഭിച്ച പ്രകടനം മാട്ടുക്കട്ട ടൗൺ ചുറ്റിയ ശേഷം നടന്ന യോഗത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് KR സോദരൻ ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് അതിനെതിരെ മെമ്മോറാണ്ടം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാളിതുവരെ അത് സംബന്ധിച്ച് യാതൊരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല. എന്നാൽ 1-ാം തീയതി മുതൽ കേരളത്തിലെ ലക്ഷക്കണക്കായിട്ടുള്ള ഓട്ടോറിക്ഷ ടാക്സി രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ അത്തരമൊരു ഉത്തരവ് അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, തൊഴിലാളികളും അതുപോലെ തന്നെ ജനങ്ങളും തമ്മിലുള്ള സംഘർഷം വളർത്താൻ വേണ്ടി മാത്രമേ അത്തരമൊരു ഉത്തരവ് സഹായകരമാകൂ എന്നുള്ള കാര്യം നമുക്കറിയാം. ജനങ്ങളെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടിയും സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്വീകരിച്ചിട്ടുള്ളത്. പരിപാടിയിൽ AL സതീശൻ, NA മണി, ആന്റണി ജോസഫ്, MN ഷിജു, സ്റ്റാൻലി, TU ബാബു, നവാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രകടനത്തിൽ പങ്കെടുത്തു.